കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രിയുടെ വസതിയിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗം പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷമുള്ള ആദ്യ കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് അല്പസമയത്തിനകം ചേരാനിരിക്കുന്നത്. അതിനായി മന്ത്രിമാരൊക്കെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. അതിനിടെ ഭീകരർക്കെതിരായ കേന്ദ്രത്തിന്റെ സൈന്യത്തിന്റെ നീക്കം അതും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇന്നലെ ഷോപ്പിയാനിൽ നടന്ന ഏറ്റുമുട്ടലിൽ 3 ഭീകരരെയാണ് വധിച്ച് ഓപ്പറേഷൻ കെല്ലർ എന്നാണ് അതിന് പേരിട്ടത്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവരുടെ വിശദാംശങ്ങൾ കൂടുതൽ ഇന്നിപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, ഇന്നും അതിർത്തികളൊക്കെ ശാന്തമാണല്ലോ അല്ലേ? വെടിനിർത്തലിന് ശേഷം പ്രത്യേകിച്ച് എവിടെ നിന്നും ഒരു അനിഷ്ട സംഭവം റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഓപ്പറേഷൻ കെല്ലറിൽ കൊല്ലപ്പെട്ട 3 ഭീകരരുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. അതിൽ ഒരാൾക്കൊക്കെ പെഹൽഗാം ആക്രമണവുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും സഹായിച്ചിട്ടുള്ളയാളാണ് എന്ന വിശദാംശം ഇന്നലെ തന്നെ പുറത്തു വന്നതുമാണല്ലോ. അനുജ, ജമ്മു കശ്മീരിലെ അതിർത്തി മേഖല പൂർണ്ണമായും ശാന്തമാണ്. അതുകൊണ്ട് തന്നെ അതിർത്തി മേഖലയിൽ നിന്നും പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തെ തുടർന്ന് മറ്റിടങ്ങളിലേക്ക്, സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറിയ ആളുകൾ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്കൂളുകൾ, അതിർത്തി മേഖലയിലെ സ്കൂളുകൾ അടക്കമുള്ളവ തുറന്നു പ്രവർത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇന്ന് ഉറി, ബാരാമുള്ള എന്നീ മേഖലകൾ സന്ദർശിക്കുകയാണ്. പാക് ഷെല്ലാക്രമണത്തിൽ തകർന്ന വീടുകൾ, ഒപ്പം തന്നെ പാകിസ്ഥാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ജനങ്ങളെയും അദ്ദേഹം സന്ദർശിക്കും. അതിനിടെയാണ് ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഭീകരർക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിനിടെ, തെരച്ചിലിനിടെ ഉണ്ടായ ഏറ്റുമുട്ടലിൽ 3 ഭീകരവാദികളെ സുരക്ഷാ സേന വധിച്ചത്. അനുജ സൂചിപ്പിച്ച പോലെ തന്നെ അതിൽ 2 ഭീകരവാദികളുടെ പേരുവിവരങ്ങളും ഒപ്പം തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരർക്ക് സഹായം നൽകിയ ലഷ്കർ ഇ തൊയ്ബ കമാൻഡറാണ് അതിൽ ഷാഹിദ് അഹമ്മദ് കൂട്ടോ എന്ന വിവരമടക്കം പുറത്തു വന്നിരുന്നു. ഇയാളുടെ വീട്, ഷോപ്പിയാനിലെ വീട് സുരക്ഷാ സേന ഈ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായി 4-ാം ദിവസം തകർത്തിരുന്നു. ഇയാളുടെ ബന്ധം തിരിച്ചറിഞ്ഞതിന് പിന്നാലെ ഈ ഏറ്റുമുട്ടലിൽ മരിച്ച 3ാമത്തെ ഭീകരൻ അത് ഒരു പാക് ഭീകരവാദിയാണ് എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ സംശയിച്ചത്. ഇയാളെയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഹാരിസ് നാസർ എന്നാണ് ഇയാളുടെ പേര് എന്നും ഇയാൾ സമീപവാസി തന്നെയാണ്, ഷോപ്പിയാന് സമീപവാസി തന്നെയാണ് എന്നുമാണ് സുരക്ഷാ സേനയ്ക്ക് വ്യക്തമായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ അഹമ്മദ് കൂട്ടോ തന്നെയാണ് ഹാരിസ് നസീറിനെയും ഭീകരവാദ സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് എന്നും കഴിഞ്ഞ 1 വർഷത്തിലേറെയായി TRF അടക്കമുള്ള ഭീകര സംഘടനയിൽ ഇയാൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നും, ഒപ്പം തന്നെ ഡാനിഷ് റിസോർട്ട് ആക്രമണ കേസിൽ ഈ അഹമ്മദ് കൂട്ടോയ്ക്കൊപ്പം ഇയാളും പങ്കെടുത്തിരുന്നു എന്നുമാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായിരിക്കുന്ന വിവരം. ഈ ഭീകരവാദികൾക്ക് പഹൽഗാം ഭീകരരുമായി ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി രാഷ്ട്രീയ റൈഫിൾസിന്റെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അനുജ, ശരി. ഓപ്പറേഷൻ കെല്ലറിൽ ഇന്നലെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ വിശദാംശങ്ങൾ അതാണ് ബൽറാം നെടുങ്ങാടി നൽകിയത്.